പത്തനംതിട്ട കുമ്പഴയിൽ നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞ അപകടം. കാർ യാത്രികരായ 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീത്ത്, അപകടത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ശ്രീത്ത്, എന്താണ് സംഭവിച്ചത്? ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് ശ്രീത്ത്? 1 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. കുമ്പഴ മല്ലശ്ശേരി മുക്കിലാണ്, പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയാണ് കുമ്പഴയിലെ മല്ലശ്ശേരി മുക്ക്. ആ മേഖലയിലാണ് നിയന്ത്രണം വിട്ട കാറ് തലകീഴായി മറിഞ്ഞത്. അതിന്റെ CCTV ദൃശ്യങ്ങളാണ് 24 ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി അപകടം നടന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതൊരു ഐസ് ഫാക്ടറിക്ക് സമീപമാണ് ഇത്തരത്തിൽ ഒരു അപകടം നടന്നിരിക്കുന്നത്. നിയന്ത്രണം വിട്ട കാർ തൊട്ടപ്പുറത്തെ ഒരു ഡിവൈഡർ, അത് ഒരു കലുങ്കുമായി ബന്ധപ്പെടുത്തുന്ന ഡിവൈഡറാണ്. ഇത് റോഡിലേക്ക് തള്ളി നിൽക്കുന്ന നിലയിലായി ഉണ്ടായിരുന്നത്. അവിടേക്ക് ഇടിച്ച് തലകീഴായി മറിയുകയാണ്. 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. പട്ടാഴി മുക്ക് സ്വദേശികളും അതുപോലെ തന്നെ വകയാർ സ്വദേശികളുമാണ് കാറിലുണ്ടായിരുന്നത്. 2 പേരാണ്. അതിൽ 2 പേരുടെ പേരുവിവരങ്ങൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ നമുക്ക് നൽകാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ 4 പേരിൽ 2 പേർക്ക് ഗുരുതരമായ പരിക്കുണ്ട്. 2 പേരും വയോധികരാണ്. 70ഉം 60ഉം വയസ്സുള്ള ഒരു പുരുഷനും സ്ത്രീയുമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഇവരെ കൈകാലുകൾക്ക് ഒടിവ് സംഭവിച്ചിട്ടുണ്ട്. ഇവരെ പത്തനംതിട്ട മുത്തൂറ്റ് ആശുപത്രിയിലാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മറ്റു 2 പേർക്ക്, പുറകിലിരുന്ന 2 പേർക്ക് നിസ്സാര പരിക്കാണ് ഉണ്ടായിരുന്നതെന്നും പറയുന്നു. എന്തായാലും നാട്ടുകാർ പറയുന്നത് സംസ്ഥാന പാതാ നിർമ്മാണത്തിലെ അപാകത തന്നെയാണ്. നിരവധി അപകടങ്ങളാണ് സമാനമായ രീതിയിൽ ഇവിടെ ഉണ്ടാകാറുള്ളത്. ഇതുപോലെ തന്നെ വഴിയരിക റോഡിലെ പാർക്കിങ്ങും അപകടത്തിന് കാരണമാക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ ഭയപ്പെടുത്തുന്നതാണ്. അടിയന്തരമായി ഇത്തരത്തിൽ ഡിവൈഡർ അടക്കം മാറ്റി റോഡിലെ യാത്ര സുഗമമാക്കാൻ നടപടി വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ശരി, പത്തനംതിട്ട കുമ്പഴയിലാണ് നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞ് അപകടമുണ്ടായത്.